മർക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം 33, 34, 35 വാക്യം. അവൻ അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവന്റെ ചെവിയിൽ വിരലിട്ട് തുപ്പി അവന്റെ നാവിനെ തൊട്ടു. സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ട് അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള എഫഥ എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ ചെവി തുറന്നു, നാവിന്റെ കെട്ടുമഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു. മർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം പറയുന്ന ഒരത്ഭുതമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. നമ്മൾ പലപ്പോഴും അവൻ എങ്ങനെയുള്ള വിടുതലുകൾ ഒത്തിരി ശ്രമിച്ചിട്ടുള്ളവർ. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഭാഗത്തേക്ക് എൻ്റെ ഹൃദയത്തെ തിരിപ്പാൻ ഇടയായി തീർന്നു. ആ ഭാഗം നമുക്കൊന്ന് ചിന്തിച്ച് വരാം. 31 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അവൻ വീണ്ടും സോരിന്റെ അതിർവിട്ട് സീദോൻ വഴിയായി ദക്കപ്പുല ദേശത്തിന് നടുവിൽ കൂടി ഗലീല കടൽപ്പുറത്ത് വന്നു. നോക്കണമേ, അവിടെ എഴുതിയിരിക്കാം, അവൻ വീണ്ടും സോരിന്റെ അതിർ വിട്ട് സീദോൻ വഴിയായി ദക്കപ്പുലി ദേശത്തിന്റെ നടുവിൽ കൂടെ ഗലീല കടപ്പുറത്ത് വന്നു. അവൻ സ്തോത്രം. 24-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന, അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സീദോന്റെയും സോരിന്റെ അതിർനാട്ടിൽ ചെന്ന് ഒരു വീട്ടിൽ കടന്നു. അപ്പോൾ ഈ സീദോന്റെയും സോരിന്റെയും അതിർത്തി വഴിയായിട്ട് കർത്താവ് വീണ്ടും സഞ്ചരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. അതാണ് 31-ാം വാക്യത്തിൽ നാം വായിച്ചത്. അവൻ വീണ്ടും സോരിന്റെ അതിർ വിട്ട് സീദോൻ വഴിയായി ദക്കപ്പുലി ദേശത്തിന്റെ നടുവിൽ കൂടി ഗലീല കടപ്പുറത്ത് വന്നു. ആമേൻ. ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ നിന്നൊരു ദൂത് ഓർപ്പിക്കുക. എൻ്റെ കർത്താവ് ഒരു പ്രവൃത്തി ചെയ്യുവാൻ, ആമേൻ സ്തോത്രം, ഒരു കാര്യം ചെയ്യുവാൻ, ആമേൻ സ്തോത്രം, ദൈവിക പദ്ധതിക്ക് വേണ്ടി വീണ്ടും 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 സ്റ്റെപ്പ് വെക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. പലപ്പോഴും പലതിൻ്റെ മുൻപിൽ നാം 1 തവണ 2 തവണ 3 തവണ ഒക്കെ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയ്ക്ക് ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ കർത്താവിൻ്റെ വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഒരുവനെ വിടുവിക്കുവാൻ ഒറ്റ വ്യക്തിയെ തേടി ഒരുവന്റെ വിഷയത്തിൽ ഇടപെടുവാൻ, ഒരുവന്റെ വിഷയത്തിന് മറുപടി നൽകുവാൻ, ആമേൻ, ഒരു അതിർ വിട്ട് മറ്റൊരു അതിരിലേക്ക് കടക്കുന്നതിന് മുമ്പേ വീണ്ടും ആ വഴിയായി വന്നെങ്കിൽ ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും പറയുകയാ, ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപേ അതിന്റെ അവസാനത്തെ ആഴ്ചയിൽ ആമേൻ വീണ്ടും 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 എന്നെയും നിങ്ങളെയും തേടി അരുമനാഥന്റെ കരം ആമേൻ ഇന്ന് പകലും ഇതിന്റെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ വിശ്വാസത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അവൻ വീണ്ടും അതുവഴിയായി വന്നു. 32-ാമത്തെ വാക്യം. അവിടെ അവർ വിക്കനായൊരു ചെകിടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു, അവന്റെ മേൽ കൈവയ്ക്കണമെന്ന് അപേക്ഷിച്ചു. അവിടെ അവർ വിക്കനായൊരു ചെകിടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇവൻ വിക്കനാണ് മാത്രമല്ല, 2 പ്രശ്നങ്ങളാണ്, ഒരു പ്രശ്നമല്ല, അല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ വചനം പറയുന്നു, അവൻ നമ്മുടെ ദൈവത്താൽ സകലവും സാധ്യമാ. ഹല്ലേലൂയ. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. ഒരു പ്രശ്നം മാത്രമല്ല, ഒന്നിലധികം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അവൻ ഒത്തിരി പ്രതികൂലങ്ങൾ ഉണ്ടായിരിക്കാം. ഹല്ലേലൂയ. എന്നാൽ അവൻ സ്തോത്രം, അവിടെ വളരെ പ്രതീക്ഷയോടെ ചിലർ വിക്കടനായൊരു ചെകിടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അവന്റെ മേൽ കൈവെക്കണം. ഇതാവശ്യം. അവൻ്റെ മേൽ ആ നല്ല ആഗ്രഹത്തിനാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വചനം പറയുന്നു, നിങ്ങൾക്ക് പ്രയാസമുള്ള കാര്യം എൻ്റെ അടുക്കൽ വരുവിൻ, ദൈവത്തിൻ്റെ അടുക്കൽ കൊണ്ടു ചെല്ലുവിൻ, ദൈവത്തിൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നാം ഇവിടെ ആരാധനയ്ക്ക് വന്നിട്ട് പ്രയാസമുള്ള കാര്യം ദൈവത്തെങ്കിൽ ഏൽപ്പിക്കാതെ മടങ്ങിപ്പോകരുത്. ആമേൻ. ഇവിടെ വന്നിട്ട് വീണ്ടും ഇവിടെ ഇരുന്ന് കരഞ്ഞ ഭാരത്തോടെ ആ ഭാരം കൊണ്ട് മടങ്ങിപ്പോകരുത്. വചനം പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും അനുവദിക്കത്തില്ല. എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കും, നിന്റെ ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് അവൻ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടോടുക. പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം, ഈ ചുമടുമായി പോയ ആളെ സഹായിക്കാൻ കാളവണ്ടിക്കാരൻ കാളവണ്ടി നിർത്തിയിട്ട് വീണ്ടും ആ ചുമടും തലയിലെഴുതി കാളവണ്ടിയിൽ ഇരുന്ന് യാത്ര ചെയ്ത കഥ നമുക്കറിയാമല്ലോ. ആമേൻ സ്തോത്രം. കാളയ്ക്കൊരു ഭാരമാകണ്ടെന്ന് കരുതി ചുമന്നുകൊണ്ടുപോയ ചുമട് തലയെ തന്നെ വെച്ചോണ്ട് വണ്ടിയിലിരുന്ന് യാത്ര ചെയ്ത അവസ്ഥയാണ്. ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ആമേൻ സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ വചനം പറയാം, ഭാരത്തെ പ്രയാസത്തെ അവൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ഹല്ലേലൂയ. അവൻ അത്
എത്ര ആണെങ്കിലും എത്ര വലുതാണെങ്കിലും ഇന്ന് പകൽ ഇവിടെ ഇരുന്നുകൊണ്ട് പറയണം, കർത്താവേ അങ്ങൊന്ന് കരം വെക്കണം, അങ്ങൊന്ന് കരം വെക്കണം, അവിടുത്തെ കരം ഒന്ന് തൊടണം. അവൻ ഒരു മനുഷ്യന്റെ വിടുതലിന് വേണ്ടി അവൻ, ചിലർ പറയും ഇവൻ ചെകിടനാ, ചിലർ പറയും ഇവൻ വിക്കനാ, ചിലർ പറയും ഇവൻ ചെകിടനും വിക്കനും. ആ കാര്യം എന്തുമാകട്ടെ, അവരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ദൈവമേ അവിടുത്തെ കരമൊന്ന് വെക്കണം, അവിടുത്തെ കരമൊന്ന് തൊടണം. നമുക്കെല്ലാം ഇങ്ങനെ പറയാൻ ഒത്തിരി വിഷയങ്ങൾ കാണും അല്ലേ, നമ്മെ കുറിച്ച് പറയാനുണ്ടാകും. എന്നാൽ ഒരു കാര്യം നമുക്ക് പറയാൻ സാധിക്കും, ദൈവമേ നിന്റെ കരമൊന്ന് വെക്കണം. ഹല്ലേലൂയ. അവൻ്റെ കരം വീര്യമുള്ളൊരു ഭുജമാ. അടുത്ത ഭാഗം നാം ചിന്തിക്കാൻ പോകുന്നത് അവൻ്റെ ജീവിതത്തിൽ അവൻ വിടുതൽ സംഭവിക്കുവാനുള്ള ചില കാര്യങ്ങൾ നാം ചിന്തിക്കാൻ പോകുകയാ. അവൻ സ്തോത്രം 33-ാമത്തെ വാക്യം വായിച്ചു. അവൻ അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവന്റെ ചെവിയിൽ വിരലിട്ടു. നോക്കണമേ, ഇവര് പ്രതീക്ഷിച്ചു അവന്റെ മേൽ കൈവയ്ക്കുന്നു അല്ലേ, ആ ആഗ്രഹത്തോടെ വന്നേ. വിക്കനാണ്, ചെകിടനാണ്. പക്ഷേ കർത്താവ്, നമുക്കറിയാം കർത്താവ് ഒത്തിരി അത്ഭുതങ്ങൾ, ഒരു വാക്ക് കൽപ്പിച്ചാൽ അതെ. ലാസറിന്റെ വിഷയം നമ്മളിന്ന് രാവിലെ കേട്ടു. മരിച്ച് 4 ദിവസമായി കല്ലറയ്ക്കകത്ത് വെച്ചു. ആമൻ, ഹല്ലേലൂയ. എത്രയോ നേരത്തെ വരാമായിരുന്നു. സഹോദരിമാർ പറയാൻ തുടങ്ങി, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ വന്ന കർത്താവ് വേറെ ഒന്നും ചെയ്തില്ല. കല്ലറയുടെ പുറത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് പിതാവിങ്കിലേക്ക് ആ കാര്യം ഭരമേൽപ്പിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ലാസറേ പുറത്തു വരിക. ഒറ്റ വാക്കിൽ അവൻ ജീവനുള്ളവനായി പുറത്തു വന്നു. കെട്ടഴിഞ്ഞില്ല, പക്ഷെ അവൻ പുറത്തു വന്നു. അപ്പോൾ അവന്റെ വാക്ക്, ശതാധിപൻ ഇങ്ങനെ പറഞ്ഞു, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഇവിടെയും ചിലർ അവന്റെ അടുക്കലേക്ക് ഒരു വിക്കനായ ചെകിടനെ കൊണ്ടുവരുമ്പോൾ അവൻ സ്തോത്രം അവര് പറഞ്ഞു, നീ ഒന്ന് കൈവെക്കണം. പക്ഷെ യേശു കൈവച്ചില്ല. അവര് പറഞ്ഞതുപോലെ കൈവച്ചില്ല അല്ലേ. അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ടോട്ട് കൊണ്ടുപോയി. ഇന്ന് പകൽ അവിടെ നിന്നൊരു ദൂത് പറയാം. ചില വിടുതലുകൾ ദൈവം വളരെ പെക്യൂലിയറായി, വളരെ പ്രത്യേകതയോടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നേ. നമ്മളായിരിക്കുന്ന ഇടത്ത് നിന്ന് നമ്മളൊരു വ്യത്യസ്ത സ്ഥലത്തേക്ക്, വ്യത്യസ്ത അവസ്ഥയിലേക്ക് നമ്മെ മാറ്റി വിടുതലുകൾ ചെയ്യുവാൻ ദൈവശക്തനാണ്. ഒരു പുരുഷാരത്തിന്റെ നടുവിൽ അവനൊരു വിടുതൽ വെളിപ്പെട്ടില്ല, ഒരു മറുപടി വെളിപ്പെട്ടില്ല, ഒരു സൗഖ്യം വെളിപ്പെട്ടില്ല. അവനെ ഒറ്റയ്ക്കൊന്ന് കൊണ്ടുപോയി. ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോട് പറയുകയാ, ആ കർത്താവിനോടൊത്ത് ഒറ്റയ്ക്കൊന്ന് നടക്കാൻ തയ്യാറാണോ? ചിലതിൽ നിന്നൊന്ന് വേർപെട്ട് നിൽക്കാൻ. ചില വിടുതലുകൾ അങ്ങനെ സംഭവിക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല വിടുതലുകൾ. ചിലതിൽ നിന്ന് ദൈവം നമ്മെ ഒന്ന് വേർപെടുത്തും. ചില ശത്രുവിന്റെ കരങ്ങളിൽ നിന്ന്, അന്ധകാര മണ്ഡലങ്ങളിൽ നിന്ന് ചിലതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. അവനെ വേർപെടുത്തി. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, ദൈവം ചില വിടുതലുകൾ ചെയ്യണമെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ, ചില മറുപടികൾ ഭവനത്തിനകത്ത്, കുടുംബത്തിനകത്ത്, ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ അറിയാതെ ബന്ധിച്ചു നിൽക്കുന്ന ചില മണ്ഡലങ്ങളിൽ നിന്ന് ഒരു വേർപെടൽ ആവശ്യമാണ്. നമ്മൾ ചിന്തിക്കുക, എന്താ ദൈവം നീ കൈവെക്കാത്തെ, എന്താ ദൈവം നീ തൊടാത്തെ, എന്താ ദൈവമേ സ്പർശിക്കാത്തെ? അവൻ കൈവച്ച വിടുതല എല്ലാവരും ആഗ്രഹിക്കുന്ന അതാ. അവൻ വിക്കനായ ചെകിടനെ കൊണ്ടുവന്നവരും ആഗ്രഹിച്ചത് അതാ. പക്ഷെ ദൈവം പറഞ്ഞു ഇല്ല, അവനെ വേർപെടുത്തി കൊണ്ടുപോയി. സ്തോത്രം. അടുത്ത പദം നോക്കണേ, അവൻ്റെ ചെവിയിൽ വിരലിട്ടു. നമ്മൾ വായിക്കുമ്പോൾ ഒരു വല്ലായ്മ തോന്നും അല്ലേ. പക്ഷെ നമ്മൾ ചിന്തിച്ചട്ടെ, നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത്, ഇപ്പോൾ പനിയുടെ സീസണാണ് അല്ലേ, വിവിധ സീസണാണ് അല്ലേ, ഡോക്ടറിൻ്റെ അടുത്ത് പോയാലോ വിളിക്കാൻ പറഞ്ഞാൽ വിളിക്കത്തില്ലേ? അപ്പം ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ എന്ത് ചെയ്യും? കണ്ണൊക്കെ തുറന്ന് കാണിക്കും, വായൊക്കെ തുറന്ന് കാണിക്കും, നാക്കൊക്കെ നീട്ടും അല്ലേ, നീട്ടി കാണിച്ചു കൊടുക്കും. ഡോക്ടർ പറയുന്ന പോലെ എല്ലാം നമ്മൾ ചെയ്യും. കാരണം നമുക്കൊരു വിടുതൽ ആവശ്യമാണ്, നമുക്കൊരു സൗഖ്യം ആവശ്യമാണ്.
ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നോക്കണമേ, ഇവനെ വിടുതൽ വരാൻ വേണ്ടി അവനെ വേറിട്ട് കൊണ്ടുപോയി അവന്റെ ചെവിയിൽ വിരലിട്ടു. സ്തോത്രം. ദൈവം നമ്മെ സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നത് അവൻ നമ്മുടെ ഇഷ്ടപ്രകാരമുള്ളൊരു സ്പർശനമല്ല, അവന്റെ പദ്ധതിക്കനുസരിച്ചുള്ള സ്പർശനമാണ്. അവൻ അവിടെ എഴുതിയിരിക്കുന്നു തുപ്പി. അവൻ അടുത്ത പദം എഴുതിയിരിക്കുന്നു അവന്റെ നാവിനെ. അവൻ അതെല്ലാം കാണിക്കുന്നത് എന്താണെന്നറിയാമോ? അവന്റെ പൂർണ്ണമായൊരു വിടുതലാണ്. അവന്റെ ചെവിയിൽ വിരലിട്ടു, തുപ്പി, അവന്റെ നാവിനെ തൊട്ടു. എത്ര ആമൻ, സ്തോത്രം. മറ്റൊരു സുവിശേഷത്തിലും എഴുതിയിട്ടില്ലാത്ത ഒരു അത്ഭുതകരമായൊരു വിടുതൽ. ആമൻ, സ്തോത്രം. അതിൻ്റെ ആമൻ, ഹല്ലേലൂയ, ആമൻ, സ്തോത്രം. അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു. അവനെ വേർവിട്ട് കൊണ്ടുപോയി അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക വിടുതൽ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുക, ഈ ആണ്ട് കഴിയുന്നതിന് മുമ്പേ ഒരു സ്പെഷ്യൽ ടച്ച്, ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സ്പർശനം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. അതിന് ചെറിയ വേർപെടൽ, നാം പിടിച്ചു നിൽക്കുന്ന മണ്ഡലങ്ങളിൽ നിന്നൊരു ചെറിയ വേർപെടൽ നമുക്ക് ആവശ്യമാണ്. അവൻ നയിക്കുന്ന ഇടത്തേക്ക് വരാൻ നമ്മൾ തയ്യാറാകണം. അവൻ്റെ സ്പർശനത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. അവൻ്റെ നാവിനെ തൊട്ടു. അടുത്ത പദം വായിച്ചാട്ടെ. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. നോക്കണം, ഒരു കർത്താവിന് ഒറ്റ വാക്ക് പറഞ്ഞ വിടുതൽ സംഭവിക്കും, ഇല്ലേ? മരിച്ച് ചെവിയും മൂക്കും കണ്ണും വായും ഈ എല്ലാം അടഞ്ഞ കല്ലറയ്ക്കകത്താ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, അല്ലേ? പ്രാർത്ഥിച്ചിട്ട് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ. പക്ഷെ ഇവിടെ ഒരു ചെകിടനെ തൊടാൻ, ഒരു വിക്കനെ സൗഖ്യമാക്കുവാൻ ഒരു വാക്ക് മതി, ഇല്ലേ? പക്ഷെ അവൻ്റെ വിടുതലിന് വേണ്ടി ചില പ്രോസസ്സിലൂടെ കടത്തിവിട്ടു. എന്താ കാരണം? അവനൊരു കെട്ടിനകത്ത് കിടക്കുകയാണ്, അവനൊരു ബന്ധനത്തിനകത്ത് കിടക്കുകയാണ്. ഹല്ലേലൂയ. ആ ബന്ധനത്തിന്റെ അകത്ത് നിന്ന് അവനെ പുറത്തു കൊണ്ടുവരാൻ അവനെ ചിലയിടത്തേക്കൊന്ന് കൊണ്ടുപോയി അവന്റെ ചെവിയിലൊന്ന് വിരലിട്ടു. അവൻ ചിലതിനെ തുപ്പി. അവൻ സ്തോത്രം. അടുത്ത എന്ത് ചെയ്യുന്നറിയാമോ? സ്വർഗത്തേക്ക് നോക്കി. അടുത്ത് പറ, നെടുവീർപ്പിട്ടു. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ദൈവമക്കൾ ദൈവത്തിൽ നിന്ന് നെടുവീർപ്പിട്ടാൽ, എനിക്കൊന്നും ഇവിടെ പ്രത്യക്ഷപതരാണോ ആരോ പറഞ്ഞു തരത്തില്ല, സ്തോത്രം പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നൊരു സ്തോത്രം പറയുമ്പോൾ പോലും അത് കേൾക്കുന്ന, അല്ലേ? നമ്മൾ ചില സമയങ്ങളിൽ നെടുവീർപ്പിടാറുണ്ട്, അല്ലേ? ഇടാറില്ലേ? നമുക്ക് പറയാൻ വാക്കുകളില്ല, നമുക്ക് പ്രകടിപ്പിക്കാൻ ഒന്നുമില്ല. ചിലപ്പോൾ ഒരു നെടുവീർപ്പായിരിക്കും. എന്നാൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയാം, അവൻ കണ്ണുനീർ തുരുത്തിയിൽ സൂക്ഷിക്കുന്നൊരു ദൈവം അവൻ നെടുവീർപ്പിനെ പോലും അളക്കും, കേട്ടോ. അറിയുന്നൊരു ദൈവം. ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുകയാണ്, ആ നെടുവീർപ്പിലെല്ലാം ഉണ്ട്. സ്വർഗത്തേക്ക് നോക്കിയ ദൈവം കർത്താവ് നെടുവീർപ്പിട്ടത്. കാരണം അവൻ്റെ ബന്ധനത്തിൻ്റെ ആഴം കർത്താവ് കണ്ടു കാണും. അവൻ നേരിടുന്ന അവസ്ഥ കർത്താവ് കണ്ടു കാണും. അവൻ നെടുവീർപ്പിട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, യഫഥാ, തുറന്നു വരിക, തുറന്നു വരിക. ഇന്ന് പകൽ എത്ര പേർ പറയാൻ തയ്യാറാണ്? ഹല്ലേലൂയ. ആത്മാവിൽ ഞാൻ ആ ചോദ്യം കൈമാറാൻ തുടങ്ങുകയാണ്. ഹല്ലേലൂയ. അവൻ ജീവിതത്തിലെ മേഖലകളെ നോക്കി, മണ്ഡലങ്ങളെ നോക്കി, രോഗ അവസ്ഥകളെ നോക്കി, പ്രതികൂലങ്ങളെ നോക്കി, പ്രതിസന്ധികളെ നോക്കി ആത്മാവിൽ ഇന്ന് പകൽ പറയാൻ തയ്യാറാണോ? അവൻ യഫഥാ, 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 തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ. ആത്മാവിൽ അവനൊരു വലിയ വിടുതൽ, അവനൊരു വലിയ ദൈവിക പ്രവൃത്തി. അവന്റെ കെട്ടഴിഞ്ഞു, അവന്റെ കെട്ടഴിഞ്ഞു. ഇന്ന് പകൽ വിശ്വസിച്ചോ? ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ വിടുതലിനെ എന്ന് കെട്ടിവെക്കാൻ ശത്രുവിന് കഴിയത്തില്ല. ഹല്ലേലൂയ. അവൻ അരുമനാഥന്റെ വാക്ക് അവൻ വെളിപ്പെടുന്ന സമയത്ത് അത് എത്ര ദീർഘനാളത്തെ കെട്ടാണെങ്കിലും അത് അഴിയും. അവന്റെ ആ സ്പർശനം വെളിപ്പെടുമ്പോൾ ഞാൻ ആത്മാവിൽ വിശ്വസിക്കുക,
ദൈവം ചിലതിനെ അഴിച്ചിരിക്കുക. ആമൻ. അത്ഭുതങ്ങളെ ദൈവം ചെയ്യാൻ പോകുകയാ. ആമൻ. ആത്മാവിൽ നാം കൽപ്പിക്കുമ്പോൾ ചില തുറന്നു വരും. എത്ര പേർ വിശ്വസിക്കുന്നു? ഇതൊരു സ്പെഷ്യൽ വിടുതലാ, ആരും പ്രതീക്ഷിച്ചില്ല. ഹല്ലേലൂയ. അവനെ ഒന്ന് വേറിട്ട് കൊണ്ടുപോയി, അവൻ്റെ ചെവിയിൽ വിരലിട്ടു, തുപ്പി. അവൻ സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടു. ഇങ്ങനെ പറഞ്ഞു, തുറന്നു വരട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് തൊട്ടാൽ അത് വലിയ വിടുതലിലേക്കാ. ആമൻ. അത് വലിയ ദൈവ പ്രവൃത്തിയിലേക്കാ. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, ആമൻ, നമ്മുടെ ആമൻ നടുവിൽ ഹല്ലേലൂയ ദൈവം ചില വിടുതലുകൾ ചെയ്യാൻ പോകുകയാ. അവൻ അതിനെ തടയാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. അവൻ ചില നാളുകളായി നെടുവീർപ്പിട്ട് ഭാരപ്പെടുന്ന ദൈവമേ, ഇന്ന് പകലിൽ ആ നെടുവീർപ്പിനെ സ്വർഗത്തിലെ ദൈവം കണ്ടിട്ട് പറയുകയാ, യെസ്, ആ നെടുവീർപ്പ് ഇവിടെ അവസാനിക്കുക. ഈ ദൈവിക സ്പർശനത്തിൽ എനിക്ക് ഒത്തിരി സന്തോഷമുള്ള ഒത്തിരി ഭാഗങ്ങളുണ്ടെങ്കിലും 13 സംവത്സരമായ രക്തസ്രാവക്കാരി സ്ത്രീ ഏറിയ വൈദ്യന്മാരാൽ ചികിത്സിച്ച അവൾക്ക് ഒരു മറുപടിയും ഒരു ഫലവും ഇല്ലാതിരുന്നപ്പോൾ അവൾ ഒരു കാര്യം ചെയ്തു. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും. ആരാ പറഞ്ഞേ? അവൾ തന്നെ പറഞ്ഞു. വേറെ ആരും പറഞ്ഞു കൊടുത്തതല്ല. അവൾ വിശ്വാസത്തോടെ പറഞ്ഞു. വേറെ ഒരു മോഡലും കണ്ടിട്ടില്ല, ആരും കാണിച്ചു കൊടുത്തിട്ടില്ല, അവളെ അടുപ്പിക്കത്തില്ല. പക്ഷെ അവൾ അകത്തളത്തിൽ പറഞ്ഞു, യെസ്, ഞാൻ രക്ഷപ്പെടും. ഇന്ന് പകൽ തുറന്നു വരട്ടെ. ചില വിടുതലുകളുടെ തടസ്സം നാം പോലും അറിയാതെ നാളുകളെ ശത്രു കെട്ടിയ കെട്ടാം. എന്നാൽ അരുമനാഥൻ പറയുക, മോനെ, എന്നെ നിന്നെ നോക്കി അവൻ സ്വർഗത്തിലേക്ക് നടുവേർപ്പിട്ടിട്ട് അരുമനാഥൻ പറയും, യഫദാ. അവിടെ എഴുതിയിരിക്കുന്നു, അവന്റെ നാവിന്റെ കെട്ടഴിഞ്ഞു, അവൻ ശരിയായി സംസാരിച്ചു. ദൈവം അവന് സമ്പൂർണ്ണമായി വിടുതൽ നൽകി. ഇന്ന് പകലിൽ നിന്റെ വാക്കുകൾ ഇവിടെ സംസാരിപ്പിക്കുക. അവൻ നല്ല ഉറപ്പോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വിടുതലോടെ, ദൈവപ്രവർത്തിയോടെ പുതുവർഷത്തെ നാം വരും ദിവസങ്ങൾ വരവേൽക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ആത്മാവിൽ പ്രഖ്യാപിച്ചു കൊള്ളണം. ജീവിതത്തിൻ്റെ ഏത് മേഖലകളാകട്ടെ, ആമേൻ, സ്തോത്രം, ഏത് അവസ്ഥകളാകട്ടെ, ആത്മാവിൽ കൽപ്പിക്കണം, യഫദ എന്ന് പറയണം കേട്ടോ. ആമേൻ, സ്തോത്രം. ഇന്ന് വരെ ശത്രു അടച്ചു വെച്ചതായിരിക്കാം, ബന്ധിച്ചു വെച്ചതായിരിക്കാം. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ ചില തുറന്നു വരും. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ.